ഹായ്, ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു നാടൻ മോര് കറിയാണ്. അതിനെന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചേനയും കുറച്ച് കുമ്പളവും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാനിവിടെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം. ഇനി നമുക്ക് ആദ്യം ഈ കഷ്ണങ്ങൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് ചേർക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ, ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, തൈര്, കുറച്ച് വെള്ളം എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങ നന്നായി അരഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമുക്ക് കുരുമുളക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പൊന്ന് ഓൺ ചെയ്യാം. എന്നിട്ട് കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കറി തിളയ്ക്കാൻ പാടില്ല. കറി നന്നായിട്ട് 4 സൈഡും ചൂടായാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. അതിനുവേണ്ടി ഞാനൊരു ചെറിയ പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാന് നന്നായിട്ട് ചൂടായാൽ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചുവന്ന മുളക്, കറിവേപ്പില എന്നിവ ചേർക്കാം. ലാസ്റ്റ് തീ ഓഫ് ചെയ്തിട്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിച്ച് വയ്ക്കുമ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടാൽ നമുക്ക് കറിക്ക് നല്ല മഞ്ഞ കളർ കിട്ടും. നമ്മുടെ കറികളൊക്കെ വറവിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ പാത്രം ഒന്ന് അടച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ കറിക്ക് നല്ല വറവിൻ്റെ സ്മെല്ല് കിട്ടും. അങ്ങനെ നമ്മുടെ മോര് കറി റെഡി ആയിട്ടുണ്ട്.